കേസ് രജിസ്റ്റർ ചെയ്താൽ ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം അറിയിക്കുകയാണ്. മാധ്യമങ്ങളെ കാണുന്ന അഭിഭാഷകൻ. പരാതിയെ സംബന്ധിച്ചിപ്പോൾ അറിയാവുന്ന രണ്ടാളുകളെ എൻ്റെ അറിവുള്ളൂ. ഒന്ന് മുഖ്യമന്ത്രി, രണ്ടൊരു ചാനലുടമ. രണ്ടുപേർക്ക് അറിയാവുള്ളൂ. എന്താ ഒരു നിയമ നടപടി എന്താണ് മുന്നോട്ടുള്ള ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്, പരാതിക്കാരിയുടെ മൊഴി എടുക്കുകയാണ് എന്ന് ആണ് വിവരം. പരാതിക്കാരിയുടെ ഒരാൾ വന്ന് പരാതി പറഞ്ഞാൽ അത് കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അവരുടെ പരാതി എന്ന് അറിയണം. ആ പരാതി എന്താണ്, പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് അറിയാതെ ഏത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയാനാവില്ല. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലെ ഒരു നിയമ നടപടിയിലേക്ക് നിയമ നടപടി ഞാൻ പറഞ്ഞു. എന്താണ് പരാതി, ആരുടെയാണ് പരാതി, ആളുടെ പേര് പറയണ്ട. പരാതിയുടെ സ്വഭാവം എന്താണ്, എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത്. ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്ത അനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ? മുഖ്യമന്ത്രിക്ക് DGPയുടെ പവറുണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടറുടെ പവറുണ്ടോ? അതെ, അവിടെ അനുഭവസ്ഥരായ ആളുകൾ ഉള്ളതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ട് കൊടുത്തത്? അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പണ്ട് കൊടുത്തത്? അതറിയണ്ടേ. ആ നടപടികൾ അറിയിച്ചിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റൂ. സാധാരണ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടെയാണോ അദ്ദേഹം ഈ പരാതി പോലീസിന് ഫോർവേഡ് ചെയ്ത്? അങ്ങനെ രാജ്യത്തുള്ള എല്ലാ പരാതിയുള്ള മുഴുവൻ ആളുകളും ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണോ പരാതി കൊടുക്കുന്നത്? കേസ് രജിസ്റ്റർ ചെയ്താൽ ഉടൻ തന്നെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുമെന്നാണ് ജോർജ് പൂന്തോട്ടം, രാഹുലിന്റെ അഭിഭാഷകനാണ്. അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു.